നെക്സ്റ്റ് ടോപ്പിക്കാണ് എസ് കർവ് ഓർ എസ് ഹൈഡ്രോഗ്രാഫ്. യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ഡിറൈവ് ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് മെത്തേഡ് ഓഫ് സൂപ്പർപൊസിഷൻ. സെക്കൻഡ് മെത്തേഡാണ് എസ് കർവ് ഓർ എസ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഈ എസ് കർവ് എന്താണ് അല്ലെങ്കിൽ എസ് ഹൈഡ്രോഗ്രാഫ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഈ എസ് കർവിനെ തന്നെയാണ് നമ്മൾ എസ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത്. എസ് കർവ് ഈസ് ഓൾസോ നോൺ ആസ് എസ് ഹൈഡ്രോഗ്രാഫ്. ഇനി നമുക്ക് ഈ എസ് കർവ് അല്ലെങ്കിൽ എസ് ഹൈഡ്രോഗ്രാഫ് എങ്ങനെയാണ് കിട്ടുന്നത്? ഓക്കെ, ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എസ് ഹൈഡ്രോഗ്രാഫ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഹൈഡ്രോഗ്രാഫ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കണ്ടിന്യൂസ് എഫക്റ്റീവ് റെയിൻഫോൾ അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ് ഫോർ ആൻ ഇൻഫൈനൈറ്റ് പീരീഡ്. അതായത് ഒരു ഇൻഫൈനൈറ്റ് പീരീഡിൽ ഒരു മഴ പെയ്യുക നമ്മൾ അസ്യൂം ചെയ്യണം. ഓക്കെ, ആ കണ്ടിന്യൂസ് എഫക്റ്റീവ് റെയിൻഫോളിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഹൈഡ്രോഗ്രാഫ്, അതിനെയാണ് നമ്മൾ എസ് കർവ് അല്ലെങ്കിൽ എസ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും? ഈ എസ് കർവ് അല്ലെങ്കിൽ എസ് ഹൈഡ്രോഗ്രാഫ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ഡിറൈവ് ചെയ്യുന്നത് നമ്മുടെ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്, ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷനിലുള്ള യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്, അതിനെ നമ്മൾ സം ചെയ്തിട്ട് അത് കുറേ അങ്ങനെയുള്ള ഒരു ഡി അവർ ബേസുള്ള യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് നമ്മൾ എടുക്കും. അതിനെ നമ്മൾ ഡി അവർ വെച്ചിട്ട് ലാഗ് ചെയ്യിപ്പിക്കും. പിന്നെ അങ്ങനെ ഇൻഫൈനൈറ്റ് ടൈംസ് നമ്മൾ അതിനെ ലാഗ് ചെയ്യിപ്പിച്ചിട്ട് അതിനെല്ലാം കൂടെ ആഡപ്പ് ചെയ്തെടുത്താണ് നമ്മൾ എസ് കർവ് അല്ലെങ്കിൽ എസ് ഹൈഡ്രോഗ്രാഫ് ഉണ്ടാക്കുന്നത്. നമ്മൾ മെത്തേഡ് ഓഫ് സൂപ്പർ പൊസിഷനിൽ ചെയ്ത് ഓർക്കുന്നില്ലേ, നമ്മൾ ഒരു ഹൈഡ്രോഗ്രാഫിനെ തന്നെ 3-4 തവണയൊക്കെ യൂസ് ചെയ്യുന്നു. അതുപോലെ ഒരു പർട്ടിക്കുലർ ഹൈഡ്രോഗ്രാഫിനെ നമ്മൾ ഇൻഫൈനൈറ്റ് ടൈംസ് യൂസ് ചെയ്യുമ്പം അതിൽ നിന്ന് നമുക്കൊരു എസ് കർവ് ഹൈഡ്രോഗ്രാഫ് കിട്ടും. ദെൻ ഇനി ഈ ഹൈഡ്രോഗ്രാഫിനെ എസ് കർവ് ഹൈഡ്രോഗ്രാഫിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്, അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏത് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ആണോ ആ എസ് കർവ് ഡിറൈവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തത് അതിനെ ബേസ് ചെയ്തിട്ടാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു 4 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് വെച്ചിട്ടാണ് നമ്മളൊരു എസ് കർവ് ഡെവലപ്പ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഓക്കെ, 4 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് വെച്ച് ഒരു ഇൻഫൈനൈറ്റ് ടൈമിൽ ഉള്ള മഴയുടെ ഹൈഡ്രോഗ്രാഫ് നമ്മൾ ഡിഫൈൻ ചെയ്യുവാണ്. സോ അങ്ങനെയാണെങ്കിൽ ആ കർവിനെ നമ്മൾ പറയുന്നത് എസ് കർവ് ഡ്യൂ ടു 4 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫാണ് നമ്മളവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആ 4 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിനെ നമ്മൾ ഇൻഫൈനൈറ്റ് ടൈംസ്, അത് 4 അവർ വെച്ച് ലാഗ് ചെയ്യിപ്പിച്ച് ഇൻഫൈനൈറ്റ് ടൈംസ് നമ്മളതിനെ യൂസ് ചെയ്യും. അങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? ആ ഇൻഫൈനൈറ്റ് ടൈമിൽ പെയ്യുന്ന മഴയുടെ ഒരു എസ് കർവ് നമുക്ക് കിട്ടും. ഇനി അവിടുത്തെ ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോൾ, അതായത് ആ എസ് കർവിൽ കിട്ടുന്ന ആവറേജ് ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോൾ എന്ന് പറയുന്നത് = 1/d ആയിരിക്കും. അതിൽ 1 എന്ന് പറയുന്നത് യൂണിറ്റ് ഡെപ്ത്, d എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്ത ഹൈഡ്രോഗ്രാഫിൻ്റെ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ ഡ്യൂറേഷൻ. സോ 1/d സെൻറ്റിമീറ്റർ/അവർ ആയിരിക്കും റെയിൻഫോളിൻ്റെ ആവറേജ് ഇൻറ്റൻസിറ്റി, എസ് കർവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റെയിൻഫോളിൻ്റെ ആവറേജ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കർവിൻ്റെ ഡിസ്ചാർജ് എങ്ങനെയാണ് അത് നമ്മൾ പറഞ്ഞു. ഹൈഡ്രോഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്ചാർജിൻ്റെ വേരിയേഷനെ പ്ലോട്ട് ചെയ്യുന്ന കർവാണ്, ശരിയല്ലേ? സോ ഈ എസ് കർവിലും ഇതുപോലെ തന്നെ ഓരോ ഓർഡിനേറ്റ്സും ഡിസ്ചാർജസാണ് തരുന്നത്. അപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഡിസ്ചാർജ് ഓർഡിനേറ്റ്സ് ഇങ്ങനെ കൂടി ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തിക്കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അതായത് ഇനിഷ്യലി 0ൽ നിന്ന് ഡിസ്ചാർജ് സ്റ്റാർട്ട് ചെയ്യുന്നു, ദെൻ സ്റ്റാർട്ട് ചെയ്ത് അത് ഇൻക്രീസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ടൈം എത്തിക്കഴിയുമ്പം അതിൻ്റെ ഡിസ്ചാർജ് വാല്യൂ പിന്നെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ ഡിസ്ചാർജ് വാല്യൂവിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇക്വിലിബ്രിയം ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇനി ഈ ഇക്വിലിബ്രിയം ഡിസ്ചാർജ് ഇത് എപ്പം അറ്റൈൻ ചെയ്യും? അതായത് ഓൾമോസ്റ്റ് നമ്മുടെ ഒരു യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടല്ലോ, ആ ഡ്യൂറേഷനുള്ളിൽ തന്നെ ഇത് ഇക്വിലിബ്രിയം ഡിസ്ചാർജ് അറ്റൈൻ ചെയ്തിരിക്കും. സോ അതാണ് എസ് കർവിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഇതൊരു എക്സാമ്പിളാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു 2 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു എസ് കർവിനെ ഡിറൈവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന 2 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫാണ്. അത് വെച്ചിട്ട് ഇൻഫൈനൈറ്റ് ടൈമിൽ ഒരു മഴ പെയ്യുവാണ് എങ്കിൽ അതിൻ്റെ എസ് കർവ് എങ്ങനെ വരും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ് സമ്മേഷൻ ഓഫ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ആണെന്ന് പറഞ്ഞാൽ അല്ലേ? യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് നമ്മൾ കുറേ ടൈംസ് യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ യൂഷ്വലി എസ് കർവ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു, നമ്മൾ അത് കോൺസ്റ്റൻ്റ് ഇക്വിലിബ്രിയം ഡിസ്ചാർജ് ആവുന്ന വരെയുള്ള വാല്യൂസ് മതി നമുക്ക്. കാരണം പിന്നീട് നമുക്കറിയാം ബാക്കി അങ്ങോട്ട് ഒരു ഇക്വിലിബ്രിയം ഡിസ്ചാർജ് വാല്യൂ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് മാറരുത്, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ ഇക്വിലിബ്രിയം ഡിസ്ചാർജ് ആവുന്നതിനും വരെ നമുക്ക് എത്ര യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് യൂസ് ചെയ്യേണ്ടി വരും?
ഓക്കെ, ചില കേസിൽ കുറച്ച് നമ്പർ ഓഫ് ടൈംസ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും. ചില കേസിൽ ഒരുപാട് ടൈംസ് നമ്മളിത് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നോക്കിയാൽ നമ്മളൊരു 2 hour യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൽ നിന്നും നമ്മളൊരു എസ് കർവ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഡിറൈവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുക, ആദ്യം നമ്മൾ പ്ലോട്ട് ചെയ്യണം ഒരു യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ഓഫ് 8 hour ഡ്യൂറേഷനുള്ള ഒരു ടൈം ബേസ് 8 ആണ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ. അതിൻ്റെ ഡിസ്ചാർജ് ടൈം തന്നിട്ടുണ്ട്, ഡിസ്ചാർജ് മെഷീൻ്റെ ടൈമുണ്ട്, അതിൻ്റെ ഓർഡിനേറ്റ്സും ഉണ്ട്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ ഓർഡിനേറ്റ്സ് 0, 10, 30, 20, 0. ഇതാണ് അതിൻ്റെ ഓർഡിനേറ്റ്സ്. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളതിനെ യൂസ് ചെയ്തു. ദെൻ സെക്കൻഡ് ടൈം നമ്മളതിനെ 2 hour ലാഗ് ചെയ്യിപ്പിക്കും. 2 hour ലാഗ് ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് 2 hour ആണ്. സോ ആ 2 hour ലാഗ് ചെയ്യിപ്പിച്ച് നമ്മൾ വീണ്ടും യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് കൺസിഡർ ചെയ്യും. അപ്പോൾ നമ്മൾ സൂപ്പർ പൊസിഷൻ ചെയ്ത പോലെ തന്നെ 2 hour ലാഗ് ചെയ്യിപ്പിച്ചിട്ട് വീണ്ടും നമ്മൾ ആ ഹൈഡ്രോഗ്രാഫ് യൂസ് ചെയ്യുന്നു. ഇനി വീണ്ടും 2 hour ലാഗ് ചെയ്യിപ്പിച്ച് വീണ്ടും നമ്മൾ യൂസ് ചെയ്യും. സോ നമ്മളതിൽ സൂപ്പർ പൊസിഷനെ പോലെ തന്നെ 2 കോളം 2 hour കഴിഞ്ഞ് നെക്സ്റ്റ് 4th hour സ്റ്റാർട്ട് ചെയ്യും. ദെൻ വീണ്ടും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വീണ്ടും 2 hour ലാഗിങ്, ദാറ്റ് 6th hour. വീണ്ടും യൂസ് ചെയ്യുകയാണെങ്കിൽ 8th hour. സോ ഇങ്ങനെ ലാഗ് ചെയ്യിപ്പിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിനെല്ലാം കൂടെ നമ്മൾ സം ചെയ്യുമ്പോൾ നോക്കി ഫസ്റ്റ് വാല്യൂ വേറെ ഒന്നുമില്ല, സോ 0. സെക്കൻഡ് വാല്യൂ 10 + 0 10. തേർഡ് വാല്യൂ 30 + 10 + 0 40. ഫിഫ്ത്ത് വാല്യൂ 20 + 30 + 10 + 0 ദാറ്റ് ഈസ് 60. ദെൻ വീണ്ടും അടുത്ത വാല്യൂ കൺസിഡർ ചെയ്യുമ്പോഴും 60. അപ്പോൾ നോക്കി ഈ അവർ തൊട്ട്, അതായത് 6th hour തൊട്ട് നമ്മുടെ ഇക്വിലിബ്രിയം ഡിസ്ചാർജ് എത്തി. അതായത് എസ് കർവിൻ്റെ ഡിസ്ചാർജ് വാല്യൂ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂവിലെത്തി. ഇനി നമ്മൾ അങ്ങോട്ട് എത്ര യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് നമ്മൾ ആഡ് ചെയ്താലും വാല്യൂ എത്ര തന്നെ ആയിരിക്കും, 60 തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എസ് കർവ് ഹൈഡ്രോഗ്രാഫിലെ ഓർഡിനേറ്റ് 0, 10, 40, 60. പിന്നെ അങ്ങോട്ട് എല്ലാം ഏതൊക്കെ നമ്മൾ എവിടൊക്കെ പോയിന്റിൽ ഡിസ്ചാർജ് എടുത്താലും അതെല്ലാം 60 തന്നെയായിരിക്കും. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരുമല്ലോ, എത്ര പ്രാവശ്യം നമ്മൾ ഈ ഹൈഡ്രോഗ്രാഫ് യൂസ് ചെയ്യേണ്ടി വരും. യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് നമുക്ക് എത്ര തവണ യൂസ് ചെയ്താലാണ് കറക്റ്റായിട്ട് എസ് കർവിനെ ഡിഫൈൻ ചെയ്യാനുള്ളത്. അതിനൊരു ഫോർമുലയുണ്ട്. ആക്ച്വലി അത് പറയുന്നത് മിനിമം നമ്പർ ഓഫ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് required for S curve എന്ന് പറഞ്ഞാൽ is equal to time base. അതായത് നമ്മുടെ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിലെ ടൈം ബേസ് ഡിവൈഡഡ് ബൈ ഡ്യൂറേഷൻ ഓഫ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്. അതായത് ഈ കേസിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ഹൈഡ്രോഗ്രാഫിലെ ടൈം ബേസ് എന്ന് പറഞ്ഞാൽ 8 hour ആയിരുന്നു. സോ 8 നമ്മുടെ ഡി ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 2 hour യൂണിറ്റ് ഹൈഡ്രോഗ്രാഫാണ്, ഡി 2 ആണ്. സോ TB/D ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്, 8/2 4. ദാറ്റ് ഈസ് ഈ കേസിൽ നമുക്കൊരു മിനിമം 4 യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് 4 ടൈംസ് നമ്മൾ ആ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് യൂസ് ചെയ്ത് കഴിയുമ്പം നമുക്ക് എസ് കർവിൻ്റെ കോർഡിനേറ്റ്സ് എല്ലാം കിട്ടുമെന്നാണ് അർത്ഥം. ശരി, എവിടെ നോക്കിയാൽ നമ്മൾ നോക്കി ഫസ്റ്റ് യൂസ് ചെയ്തു, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. അതായത് ഈ ഒരു 6th hour ആയപ്പോഴത്തേക്കും നമുക്ക് ഇക്വിലിബ്രിയം ഡിസ്ചാർജ് ചെയ്ത് എത്തിക്കഴിഞ്ഞു അല്ലേ. സോ ആക്ച്വലി ഇത്രയും വരെ മതിയായിരുന്നു. ഈ 1, 2, 3, 4 ഈ ഒരു 4th റേഞ്ചിൽ എത്തിയപ്പോഴത്തേക്കും നമുക്ക് ഇക്വിലിബ്രിയം ഡിസ്ചാർജിലേക്ക് ഇതെത്തി. സോ ദാറ്റ് മീൻസ് 4 ടൈംസ് നമ്മൾ ആ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എസ് കർവിൻ്റെ ഡിസ്ചാർജ് കറക്റ്റായിട്ട് കിട്ടും. ഇനി വീണ്ടും ഒരു പ്രാവശ്യം നമ്മളത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരാഴ്ച കൂടി യൂസ് ചെയ്താലും എന്താ പറ്റുക, 60 തന്നെ അടുത്ത വാല്യൂ വരത്തുള്ളൂ. അപ്പം ഇങ്ങനെയാണ് എത്ര മിനിമം നമ്പർ ഓഫ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് വേണം എന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എത്ര പ്രാവശ്യം ആ ഹൈഡ്രോഗ്രാഫിനെ അല്ലെങ്കിൽ എത്ര കോളംസ് നമുക്ക് വേണം നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ പോലെ ഒരു യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിനെ ഇൻഫൈനൈറ്റ് ടൈംസ് അല്ലെങ്കിൽ കുറേ ടൈംസ് നമ്മളിങ്ങനെ യൂസ് ചെയ്ത് എസ് കർവിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്കാണ് അല്ലേ. കാരണം നമുക്ക് ചില കേസിൽ പറയാൻ പറ്റത്തില്ല എത്ര ടൈംസ് നമ്മളിതിന് കുറേ ടൈംസ് ചിലപ്പോൾ നമുക്ക് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിനെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ നമ്പർ ഓഫ് കോളംസ് കൂടും, അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷനൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഒറ്റ ഹൈഡ്രോഗ്രാഫിൽ നിന്നും എങ്ങനെ നമുക്ക് എസ് കർവിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കൺസെപ്റ്റിനെ തന്നെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ നമ്മുടെ ടൈം തന്നിട്ടുണ്ട്, യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ ഓർഡിനേറ്റ്സ് സെയിം ഓർഡിനേറ്റ്സ് ആണ് എടുത്തിരിക്കുകയാണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, എസ് കർവാണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയാണ്. സോ ആ എസ് കർവിൻ്റെ ഓർഡിനേറ്റ്സിനെ ഞാൻ S0, S1, S2, S3, S4 അങ്ങനെ ഡിനോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത് S0. S0 is equal to U0 തന്നെയായിരിക്കും. ഫസ്റ്റ് ഓർഡിനേറ്റ് എന്ന് പറയുന്ന എസ് കർവിൻ്റെ ഫസ്റ്റ് ഓർഡിനേറ്റ് നമ്മുടെ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ ഫസ്റ്റ് ഓർഡിനേറ്റും സെയിം ആയിരിക്കും. ഇനി സെക്കൻഡ് ഓർഡിനേറ്റ്, എസ് കർവിൻ്റെ സെക്കൻഡ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു U0 + U1 ആയിരിക്കും. അതായത്
ഇതിൻ്റെ ഫസ്റ്റ് ഓർഡിനേറ്റ് പ്ലസ് സെക്കൻഡ് ഓർഡിനേറ്റ്, ദാറ്റ് ഈസ് 0 + 10 10. Then next എസ് കർവിൻ്റെ തേർഡ് ഓർഡിനേറ്റ് S2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ U0 + U1 + U2 ആയിരിക്കും. അതായത് നമ്മുടെ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ ഫസ്റ്റ് 3 വാല്യൂസ് U0 + U1 + U2 അതായിരിക്കും S2ൻ്റെ അല്ലെങ്കിൽ എസ് കർവിൻ്റെ അടുത്ത ഓർഡിനേറ്റ്. ദെൻ നെക്സ്റ്റ് വൺ S3 എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു U0 + U1 + U2 + U3 ആയിരിക്കും, ദാറ്റ് ഈസ് 16. ദെൻ S4 എന്ന് പറയുന്നത് U0 + U1 + U2 + U3 + U4, അത് നമുക്ക് 60 തന്നെ കിട്ടും. ഇതാണ് നമ്മുടെ എസ് ഓർഡിനേറ്റ്സ് അല്ലെങ്കിൽ എസ് കോർഡിനേറ്റിൻ്റെ ഓർഡിനേറ്റ്സ്, എസ് ഹൈഡ്രോഗ്രാഫിൻ്റെ ഓർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 0 10 40 60 60. ഇതൊക്കെ അതിനകത്ത് കിട്ടിയത് നമ്മൾ ഓരോ ഹൈഡ്രോഗ്രാഫിനെയും വീണ്ടും 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 യൂസ് ചെയ്ത് ആഡ് ചെയ്തെടുത്തപ്പോൾ നമുക്ക് സെയിം വാല്യൂസ് തന്നെ കിട്ടിയത് അല്ലേ. അതായത് എന്താണ് പറയുന്നത്, ഈ എസ് കർവിൻ്റെ ഓരോ ഓർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്യുമുലേറ്റീവ് സം ഓഫ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ഓർഡിനേറ്റ്സ് ആണ്. ഓക്കെ, എസ് കർവിൻ്റെ ഓർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു ക്യുമുലേറ്റീവ് സം ഓഫ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ഓർഡിനേറ്റ്സ്. സോ ഈ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ഓർഡിനേറ്റ്സിനെ ക്യുമുലേറ്റീവ് സം, അതായത് ആഡപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഓർഡിനേറ്റ്സ് ആയിരിക്കും നമ്മുടെ എസ് കർവിൻ്റെ ഓർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഒരു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ തവണ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എഴുതി ആഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരു യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൽ നിന്നും അതിന് നമ്മൾ ക്യുമുലേറ്റീവ് സം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എസ് കർവിൻ്റെ ഓർഡിനേറ്റ് കിട്ടും. അപ്പോൾ അത് എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാം. നോക്കി, നമ്മൾ ഇനിഷ്യലി നമ്മൾ യൂണിറ്റ് ഓർഡിനേറ്റ് എഴുതി, യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ ഓർഡിനേറ്റ്സ് എഴുതി. നെക്സ്റ്റ് നമ്മൾ ഇവിടെ എസ് കർവ് അഡീഷൻ കർവ് കൊടുക്കാം, അതായത് നമുക്ക് ക്യുമുലേറ്റീവ് സം കണ്ടുപിടിക്കാനുള്ള എളുപ്പത്തിനായിട്ട്. ഇനി ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇനിഷ്യലി നമുക്കറിയാം ആദ്യത്തെ നമ്മുടെ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറഞ്ഞാൽ 2 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫാണ്. സോ ഈ 2 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇനിഷ്യലി എസ് കർവ് അഡീഷൻ എന്ന കോളത്തിൽ ഒരു 2 അവർ ലാഗ് കൊടുക്കാം. 2 അവർ ഹൈഡ്രോഗ്രാഫ് ആണെങ്കിൽ 2 അവർ ലാഗ് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമ്മൾ മറ്റേ കേസിലൊക്കെ 1 അവർ ഹൈഡ്രോഗ്രാഫിനെ 1 അവർ വെച്ച് ലാഗ് ചെയ്തില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എത്രയാണ് നമ്മുടെ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ ഡ്യൂറേഷൻ നോക്കാം. ആ അവർ നമ്മൾ ഈ എസ് കർവ് അഡീഷൻ എന്ന് പറഞ്ഞ കോളത്തിൽ ലാഗ് ചെയ്യിക്കാം. സോ നമ്മളിവിടെ 2 അവർ ആണ്. സോ ഈ ഫസ്റ്റ് കോളം നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു. ഈ 2 അവറിൽ നിന്നാണ് നമ്മുടെ എൻട്രി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ വാല്യൂസ് ഒന്നുമില്ല. സോ ഈ ഫസ്റ്റ് വാല്യൂ U0 എന്ന് പറഞ്ഞാൽ എന്തായിട്ട് തന്നെ പോകും, S0 നമ്മൾ എസ് കർവിൻ്റെ ഫസ്റ്റ് ഓർഡിനേറ്റ് ആയിട്ട് തന്നെ പോകും. സോ നേരെ ഈ വാല്യൂവിനെ എസ് ഓർഡിനേറ്റ് കോളത്തിലേക്ക് കൊണ്ട് എഴുതുക. ദെൻ ഇനി ചെയ്യേണ്ടത്, ഇത് നമുക്ക് എന്താ വേണ്ടത്, ക്യുമുലേറ്റീവ് സം ആണ് വേണ്ടത്, ശരിയല്ലേ. സോ അതിന് എളുപ്പത്തിനായിട്ട് ഈ കിട്ടിയ ഈ ഫസ്റ്റ് കോളത്തിൽ എഴുതിയ ഈ വാല്യൂ എന്ത് ചെയ്യണം, നേരെ എസ് കർവ് അഡീഷൻ്റെ സെക്കൻഡ് റോയിലേക്ക് കൊടുക്കുക. ഈ ആരോ ഫോളോ ചെയ്താൽ ഫസ്റ്റ് നമ്മൾ 2 അവർ ആയതുകൊണ്ട് ഫസ്റ്റ് കോളത്തിൽ നമ്മൾ സ്കിപ്പ് ചെയ്യാണ്. സോ ഈ വാല്യൂ നേരെ എസ് കർവിലേക്ക് ചാടുന്നു. എന്നിട്ട് എന്ത് ചെയ്യും, ആ വാല്യൂവിന് നമ്മൾ അവിടെ നിന്ന് ഇതിൻ്റെ അടുത്ത റോയിലേക്ക് കൊടുക്കുകയും. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, S1 കിട്ടണം. S1 കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ക്യുമുലേറ്റീവ് സം ആണ്. ഇത് പ്ലസ് U0 + U1 ആണ്. U0യുടെ വാല്യൂ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിരിക്കുന്നത്, ശരിയല്ലേ. സോ U0 + U1 0 + 10 അതാണ് നമ്മുടെ S1ൻ്റെ വാല്യൂ. ഇനി എന്ത് ചെയ്താൽ മതി, ഈ വാല്യൂവിന് നേരെ ഈ കോളത്തിലേക്ക് എഴുതുക. ഇതിപ്പോൾ ഓൾറെഡി U0 + U1 ഉണ്ട്. ഓക്കെ, സോ ഈ വാല്യൂ നമ്മൾ ഇങ്ങോട്ട് എഴുതി. നമുക്ക് അടുത്ത് S2 കിട്ടണമെങ്കിൽ എന്തായിരുന്നു ചെയ്യേണ്ടത്, U0 + U1 + U2 ആണ് ചെയ്യേണ്ടത് അല്ലേ. ഈ 10 എന്ന് പറയുന്നത് എന്താണ്, U0 + U1 ആണ്. ഈ 10ൻ്റെ കൂടെ +13 കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, S2ൻ്റെ വാല്യൂ കിട്ടും. ദെൻ ഈ 40 നേരെ ഇങ്ങോട്ട് എഴുതാം, എസ് കർവ് അഡീഷൻ അടുത്ത കോളത്തിലേക്ക് അടുത്ത റോയിലേക്ക് എഴുതാം. ദെൻ ഈ 40 + 60 എന്ന് പറയുന്നതാണ് S3 കർവിൻ്റെ, 40 + 20 എന്ന് പറയുന്നതാണ് അടുത്ത ഓർഡിനേറ്റ്. ദെൻ ഈ 60 ഇങ്ങോട്ട് എഴുതുക, 60 + 0 60 കാണാം. ഇനി നമ്മൾ ഈ അടുത്ത് നിന്നൊരു വാല്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ എന്തായി തന്നെ വന്നിട്ടുണ്ട്, മൊത്തം 60 60 വരത്തുള്ളൂ. ഓക്കെ, സോ ഇപ്പം 60 നമ്മൾ ഇക്വിലിബ്രിയം ഡിസ്ചാർജ് ചെയ്തിട്ട് അവിടെ കൊണ്ട് നിർത്താം. ഇങ്ങനെയാണ് നമ്മൾ എസ് കർവ് വാല്യൂസ് അല്ലെങ്കിൽ എസ് കർവ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഒരു എസ് കർവ് മാത്രമേ ഉള്ളൂ. നമുക്കിനി എന്താ വേണ്ടത്, നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൽ നിന്നും വേറൊരു ഡ്യൂറേഷനുള്ള യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ആദ്യം നമ്മൾ ഇത്രയും മനസ്സിലാക്കാം, എങ്ങനെ നമുക്കൊരു എസ് കർവ് ഫോം ചെയ്യാമെന്നുള്ളത്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക, മനസ്സിലാക്കുക. ഒന്നുകൂടെ ജസ്റ്റ് ആ ഒരു കോളം എഴുതുന്നത് മാറിപ്പോരുന്നുള്ള ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വാല്യൂസ് എൻട്രി ചെയ്യും. നമ്മൾ ആരോ കാണിച്ചിരിക്കുമ്പോൾ തന്നെ എൻട്രി ചെയ്യാം, പിന്നെ ആഡപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് നമ്മുടെ എസ് കർവ് നമ്മൾ ഫോം ചെയ്യുന്നത്. അപ്പം നമ്മൾ എസ് കർവ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് കണ്ടു.
ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് നമുക്കൊരു 2 hour യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൽ നിന്നും ഒരു 4 hour യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ഡിഫൈൻ ചെയ്യണം. 2 hourൽ നിന്നും 4 hour യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ഡിഫൈൻ ചെയ്യണം യൂസിങ് എസ് കർവ് മെത്തേഡ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് ചെയ്യുന്നത് നോക്കാം. ഈ ഒരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ വാല്യൂസും അതേ എക്സാമ്പിൾ തന്നെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് 2 hour യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്. അപ്പോൾ ആ കേസിൽ നമ്മൾ എസ് കർവ് ഫോം ചെയ്യുന്നത് വരെ പറഞ്ഞായിരുന്നു, ശരിയല്ലേ? സോ നമ്മൾ എന്താ പറയുക, ടൈം ഈ കോളംസ് എഴുതുന്നു. ഫസ്റ്റിൽ നമ്മൾ ടൈം എഴുതി, സെക്കൻഡ് കോളത്തിൽ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിന് ഓർഡിനേറ്റ് എഴുതി, ദെൻ തേർഡ് കോളം നമ്മുടെ എസ് കർവ് അഡീഷൻ ആയിരുന്നു, ഫോർത്ത് കോളം നമ്മുടെ എസ് കർവ് ആണ്. ഇത്രയും വരെ നമ്മൾ പറഞ്ഞതാണ്, ശരിയല്ലേ? ഇനി നമുക്ക് 2-3 കോളംസ് കൊണ്ട് അഡീഷൻ വേണം. നമുക്ക് ഫൈനലി വേണ്ടത് എന്താ? 4 hour യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിന് ഓർഡിനേറ്റ്സ് ആണ് ഫൈനലി വേണ്ടത്. സോ ഈ എസ് കർവ് ജനറേറ്റ് ചെയ്തത് വരെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി ഈ എസ് കർവിനെ നമ്മൾ എസ് എ കർവ് എന്നും പറയാറുണ്ട്. ഈ കിട്ടിയ ഓർഡിനേറ്റ് എസ് കർവിന്റെ ഓർഡിനേറ്റ് വാല്യൂ നമ്മൾ എസ് എ കർവ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് 4 hour യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിന്റെ ഓർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനാണെങ്കിൽ 2-3 സ്റ്റെപ്പും കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എസ് കർവ് എസ് എ കർവ് വരെ നമ്മൾ കണ്ടുപിടിച്ചു വെച്ചു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2 hourൽ നിന്നും 4 hour യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കണ്ടുപിടിച്ച് എസ് എ കർവ് ഉണ്ടല്ലോ, എസ് ഓർഡിനേറ്റ്സിന്റെ കർവ്, ആ കർവിനെ നമ്മൾ ഒരു പ്രാവശ്യം കൂടി യൂസ് ചെയ്യും. അത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ഇപ്പോൾ ലാഗ് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞ പോലെ ഈ എസ് എ കർവിനെ നമ്മൾ ഒരു ടി അവറും കൂടെ ലാഗ് ചെയ്യിപ്പിച്ചിട്ട് യൂസ് ചെയ്യണം. ടി അവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ഡ്യൂറേഷൻ, നമുക്ക് എത്ര അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫാണ് ഡിറൈവ് ചെയ്യേണ്ടത്, ആ ഡ്യൂറേഷനാണ് നമ്മൾ ടി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് കിട്ടിയ എസ് കർവ് വാല്യൂസ് അതിന് നമ്മൾ എസ് എ എന്ന് വിളിക്കുന്നു, എസ് എ കർവ് എന്ന് വിളിക്കുന്നു. ആ എസ് എ കർവിനെ നമ്മൾ ഒരു തവണയും കൂടി യൂസ് ചെയ്യുമ്പോൾ അത് ലാഗ് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് ടി അവറാണ്. ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ 4, അതായത് ഏത് അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അത്രയും ടൈം നമ്മൾ അതിനെ ലാഗ് ചെയ്യിപ്പിക്കും. സോ ഈ എസ് കർവ് ഒരു പ്രാവശ്യം എസ് കർവ് പ്ലോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ലാഗ് എന്ന് പറയുന്നത് ടി അവർ ആയിരിക്കണം. ദാറ്റ് ഈസ് എത്ര അവറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആ അവറായിരിക്കണം അതിൻ്റെ ലാഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് ഒരു കോളം വരയ്ക്കാം. നെക്സ്റ്റ് കോളം വരച്ചിട്ട് ആദ്യം നമ്മൾ എസ് ബി കർവ് എന്ന് പറയുന്നത്, അത് കർവ് നമ്മൾ ഒരു പ്രാവശ്യം വിളിച്ചു. ആദ്യം നമ്മൾ അതിന് എസ് എ കർവ് എന്ന് പറഞ്ഞു, വീണ്ടും അതിന് നമ്മൾ ഒന്നും കൂടി യൂസ് ചെയ്തപ്പോൾ അതിന് നമ്മൾ എസ് ബി കർവ് എന്ന് പറയും. സോ എസ് ബി കർവിന് ലാഗ് എന്ന് പറഞ്ഞാൽ എത്ര അവറാണെന്ന് നമ്മൾ പറഞ്ഞത്? 4 hour എന്നാണ് പറഞ്ഞത്, ശരിയല്ലേ? സോ നമ്മൾ ഈ കർവ് നമ്മുടെ കർവ് എസ് കർവിൻ്റെ വാല്യൂസ് വീണ്ടും ഈ കോളത്തിൽ റൈറ്റ് ചെയ്യണം. എങ്ങനെ എഴുതണം? 4 hour ലാഗ് ചെയ്യിപ്പിച്ചിട്ട് വേണം എഴുതാൻ. അതായത് ഫസ്റ്റ് കോളം പോയി, സെക്കൻഡ് കോളം പോയി, 4th hourൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സോ 0, 10, 40, 60 വരെ മതി നമുക്ക്. കാരണം എന്താണ്? അത് കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് എല്ലാം ഇക്വിലിബ്രിയം ഡിസ്ചാർജ്, അത് വീണ്ടും 60 എന്നാണ് പോകുന്നത്. അതിന് നമുക്ക് ആവശ്യമില്ല. സോ ഈ ഒരു റോ കൊണ്ട് നമുക്ക് ഈ ടേബിൾ നിർത്താം. അതായത് ഈ എസ് ബി കർവ് വരയ്ക്കുമ്പോഴത്തേക്കും എവിടം വരെയാണ് ഇക്വിലിബ്രിയം ഡിസ്ചാർജ് ചെയ്യുന്നത് അവിടെ കൊണ്ടങ്ങ് നിർത്താം. അത്രയും മതി നമുക്ക്. ഇനി അപ്പുറത്തെ താഴേക്ക് പോയിട്ട് കാര്യമില്ല, കാരണം വീണ്ടും നമ്മുടെ ഡിസ്ചാർജ് കോൺസ്റ്റന്റ് ആണ്. സോ നമുക്ക് 60 കൊണ്ട് നിർത്താം. അപ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മുടെ ടൈം 0 to 10 വരെയാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പുതിയ ഹൈഡ്രോഗ്രാഫിന്റെ ടൈം ബേസ് എന്ന് പറയുന്നത്. ഇവിടെ കൊണ്ട് നിർത്താം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, എസ് എ കർവും എസ് ബി കർവും കിട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? നമുക്ക് ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ് കണ്ടുപിടിക്കണം. അത് കിട്ടാനായിട്ട് ഈ 2 കോളംസ് തമ്മിൽ മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് എസ് എ മൈനസ് എസ് ബി. ഈ കോളത്തിലെ വാല്യൂ മൈനസ് ഈ കോളത്തിലെ വാല്യൂ. സോ ഇവിടെ 0 ആണ്, ഇവിടെ ഒന്നുമില്ല, 0. ഇവിടെ 10 ആണ്, ഇവിടെ ഒന്നുമില്ല, 10. Then 40 minus 0, 40. 60 minus 10, 50. 60 minus 40, 20. 60 minus 60, 0. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? ഈ വാല്യൂസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ് ആണ്. അതായത് 4 hour ഡ്യൂറേഷനുള്ള ഒരു റേഞ്ചിന്റെ ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ് നമുക്ക് കിട്ടി. ഇനി അതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 4 hour യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിന്റെ ഓർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ട് ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യാം. അതായത് ഈ ഓർഡിനേറ്റ് വാല്യൂസ്, ദാറ്റ് ഈസ് എസ് എ മൈനസ് എസ് പി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചില്ലേ, ഈ ഡി ആർ എച്ച് വാല്യൂ ഡിവൈഡഡ് ബൈ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂപ്പർപോസിഷൻ ചെയ്ത പോലെ 6 സെന്റിമീറ്റർ, അതായത് അതിൻ്റെ റൺ ഓഫ് ഡെപ്ത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം ഇവിടെ 6 കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? 6 കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ടി ബൈ ഡി എന്ന് ഉദ്ദേശിക്കുന്നത്, ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കുന്ന ഹൈഡ്രോഗ്രാഫിന്റെ ഡ്യൂറേഷൻ, ദാറ്റ് ഈസ് 4 hour ഡിവൈഡഡ് ബൈ ഈ ഡി എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്ത ഹൈഡ്രോഗ്രാഫിന്റെ
യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ ടൈം. സോ T/D ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ DRHൻ്റെ റൺ ഓഫ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, SA - SP കണ്ടുപിടിക്കുക. ദെൻ കോർഡിനേറ്റ് ഓഫ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് കണ്ടുപിടിക്കാനായിട്ട് SA - SP ഡിവൈഡഡ് ബൈ R. ഇവിടെ R is equal to T/D ആണ്. അതായത് നമ്മളവിടെ R is equal to M എന്ന് പറഞ്ഞെടുത്തില്ലേ, സെയിം തന്നെ ഇവിടെ R is equal to T/D വരാനുള്ളതേ ഉള്ളൂ. സോ T/D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/2. 2 ആണ് ഇവിടുത്തെ ആറിൻ്റെ വാല്യൂ. SA - SP ഡിവൈഡഡ് ബൈ 2. ഇതിലുള്ള എല്ലാ ഓർഡിനേറ്റ്സ് ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ ഓർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ വാല്യൂ. ഈ വാല്യൂ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ഇത്രയും നേരം ചെയ്തത്. സോ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, ആദ്യം നമ്മൾ എസ് കർവ് ഡിഫൈൻ ചെയ്തു. എസ് കർവ് നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്, യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ ക്യുമുലേറ്റീവ് സം കണ്ടുപിടിച്ചിട്ടല്ലേ, ഓരോ ഓർഡിനേറ്റ്സിൻ്റെയും ക്യുമുലേറ്റീവ് വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എസ് കർവ് കിട്ടി. ആ എസ് കർവ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഒരു പ്രാവശ്യം നമ്മൾ ആ എസ് കർവിനെ യൂസ് ചെയ്യും. ആദ്യം കിട്ടിയ എസ് കർവിന് നമ്മൾ SA കർവ് ഡിഫൈൻ ചെയ്തു. രണ്ടാമത് കിട്ടുന്നത് നമ്മൾ SB കർവ് എന്ന് പറയും. ഈ SB കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്, SA കർവ് തന്നെയാണ്, പക്ഷേ അതിനെ നമ്മൾ T അവർ ലാഗ് ചെയ്യിപ്പിച്ചിട്ടാണ് വാല്യൂസ് എൻ്റർ ചെയ്തിരിക്കുന്നത്. T അവർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഏത് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫാണോ കണ്ടുപിടിക്കേണ്ടത് ആ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ ഡ്യൂറേഷൻ, അതാണ് T അവർ എന്ന് പറയുന്നത്. സോ അത്രയും അവർ ലാഗ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കും. സോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഹൈഡ്രോഗ്രാഫ് തമ്മിലുള്ള ഡിഫറൻസ് SA - SB അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അവിടുത്തെ ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ് 4 അവർ. ഇനി നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം, യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ ഓർഡിനേറ്റ് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ട് SA - SP ഡിവൈഡഡ് ബൈ R. ഇവിടുത്തെ R എന്ന് പറഞ്ഞാൽ is equal to T/D ആണ്. T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂറേഷൻ ഓഫ് റിക്വയർഡ് ഹൈഡ്രോഗ്രാഫ്, D എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്ത യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ ഡ്യൂറേഷൻ. അത് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. നമ്മൾ എസ് കർവ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഇൻട്രൊഡക്ഷനിൽ നമുക്കൊരു ഐഡിയ നേരത്തെ കിട്ടാനായിട്ടാണ് ഞാൻ ആ വീഡിയോ പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങളതൊന്ന് എല്ലാവരും ഒന്ന് നോക്കാം. ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. രണ്ട് തവണ കേട്ട് നിങ്ങളത് വർക്കൗട്ട് ചെയ്ത് നോക്കാം. വർക്കൗട്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ മനസ്സിലായി വരും. ഓക്കെ, മോർ പ്രോബ്ലംസ് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പം ഒരു കംപ്ലീറ്റ് ഐഡിയ കിട്ടും. പിന്നെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നത്, നേരിട്ട് ഞാൻ എസ് കർവ് എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാം. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി ഈ വീഡിയോ തരുന്നത്. സോ ഇത് കുറച്ച് പ്രാവശ്യം കാണുക, ഡൗട്ട് ഉണ്ടെങ്കിൽ 2-3 തവണ കാണുക, മനസ്സിലാക്കുക. ഓക്കെ.